بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 45-ാമത്തെ ആയത്താണ് നമ്മൾ ഓതുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് 46, 47 ആയത്തുകളാണ്. അതിനു മുമ്പേ അത് ഒന്ന് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وما كان لهم من أولياء ينصرونهم من دون الله ومن يضلل الله فما له من سبيل. استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم من نكير. ഒന്നുകൂടി നോക്കൂ. وما كان لهم من أولياء ينصرونهم من دون الله ومن يضلل الله فما له من سبيل. استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم من نكير. ഓക്കെ, അപ്പൊ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ടത് വമാ കാന ലഹും മിൻ, ലഹും മിൻ മിൻ ഇദ്ഹാറാണ്. മിൻ ഔലിയാഇ എന്ന് ഓതരുത്. മിൻ ഔലിയാ, മിൻ ഔലിയാ അല്ല, മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാഹ് ومن يضلل الله يضلل الله يضلل الله لا يضلل الله ومن يضلل الله فما له من سبيل. من السبيل لا من سبيل. അടുത്തത് ഇസ്തജീബു, അംറാണ്. കൂട്ടി ഓതുമ്പോ മിൻ സബീലിനിസ്തജീബു എന്നാണ്. അവിടെയുള്ള അലിഫ് ഉച്ചരിക്കൂല. കൂട്ടി ഓതുകയാണെങ്കിൽ, ഇവിടെ നിർത്തി വഖഫ് ചെയ്ത് നമ്മൾ തുടക്കത്തിൽ നിന്ന് ഓതുകയാണെങ്കിൽ അവിടെ ഇസ്തജീബു എന്നാണ് ഓതേണ്ടത്.
ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് മാ ലക്കും മിൻ മൽജഇ യൗമഇദിൻ വമാ ലക്കും മിൻ നക്കീർ. ഇത്രയുമാണ് തജ്വീദിന്റെ നിയമങ്ങൾ. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാഹ് വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ സബീൽ. എന്താണ്? അള്ളാഹുവിന് പുറമെ തങ്ങളെ സഹായിക്കുന്ന രക്ഷാധികാരികളാരും അവർക്ക് ഉണ്ടായിരിക്കുകയുമില്ല. അള്ളാഹുവിന് പുറമെ വമാ കാന ലഹും മിൻ ഔലിയ, ഒരു ഔലിയാവും ഉണ്ടാവുകയില്ല. ഔലിയ എന്ന സഹായി. യൻസുറൂനഹും, നസറ യൻസുറൂനഹും അവരെ സഹായിക്കുന്ന, അതായത് സത്യനിഷേധികളായ ആളുകളെ സഹായിക്കുന്ന, മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ ആ സത്യനിഷേധികളായ ആളുകളെ സഹായിക്കാൻ ഒരു രക്ഷാധികാരികളെയും അവിടെ ആർക്കും കാണാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ ഭാഗം, വമൻ യുദ്ലിലില്ലാഹ്, ആരെയെങ്കിലും അള്ളാഹു വഴിപിഴവിലാക്കിയാൽ, വഴികേടിലാക്കിയാൽ, ദലാലത്തിലാക്കിയാൽ, ഫമാ ലഹു, അവനില്ല. സബീലുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സബീൽ നമ്മൾ പഠിച്ചാണല്ലോ. സബീൽ എന്തായിരുന്നു? മാർഗം അല്ലെ? ഒരു മാർഗം. ഇവിടെ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാൻ എന്ത് മാർഗ? രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലെ? രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ല. അള്ളാഹുവിന് പുറമെ തങ്ങളെ സഹായിക്കുന്ന രക്ഷാധികാരികൾ ആരും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുകയുമില്ല. ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കിയോ അവന് രക്ഷപ്രാപ്തിക്ക്, അതായത് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും അവിടെ കണ്ടെത്തുകയില്ല. ഇനി നോക്കൂ, ഇനി അതിന്റെ വാക്കർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. വാക്കർത്ഥം നിങ്ങൾ കാണുന്നുണ്ടാവും. വമാ കാന ലഹും, അല്ല എന്നർത്ഥം. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ ഇല്ല. കാന ലഹും, അവർക്കില്ല, അവർക്കുണ്ടായിരിക്കുകയില്ല. ഈ അവർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആരാ? നരകവാസികൾ. മുമ്പത്തെ ആയത്ത് പറഞ്ഞ വതറാഹും യുഅറദൂന അലൈഹ എന്നൊക്കെ പറഞ്ഞില്ലേ? നരകത്തിന്റെ മുമ്പിൽ അവരെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ നരകത്തിന്റെ മുമ്പിൽ കിടക്കുന്ന ആളുകളെ കുറിച്ചാട്ടോ ഇനി പറയുന്നത്. ഓക്കെ, ശരി. വമാ കാന ലഹും, ആ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട, നരകത്തിന് വിധിക്കപ്പെട്ട ആളുകൾക്കുണ്ടായിരിക്കില്ല. അതാണ് വമാ കാന ലഹും. ആരുണ്ടാവില്ല എന്നാ പറഞ്ഞേ? മിൻ ഔലിയ. ഔലിയ എന്ന് പറഞ്ഞ എന്താ? ഔലിയ സഹായി അല്ലെ? ഔലിയ നമ്മള് എന്ത്, ഔലിയാന്റെ ഏകവചനം എന്താ? ബഹുവചനാണല്ലോ അല്ലെ അത് ഔലിയ എന്നുള്ളത്? വലിയുൻ ജമ്മ് ഔലിയ. വലിയെന്ന് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ കേട്ടില്ല. വലിയ നമ്മളെ രക്ഷാധികാരി എന്നുള്ള ഇതിൽ തന്നെ. എവിടൊക്കെ നമ്മൾ വലിയ കേട്ടിട്ടുണ്ട്? ഒന്ന് അള്ളാഹു വലിയാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടില്ലേ? വേറെ മാഷാ അല്ലാഹ്. അള്ളാഹു, ഇപ്പൊ അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട ഒരു ഇസ്മാണ് വലി. അള്ളാഹു വലിയാണ് അല്ലെ? വലിയ എന്ന് പറഞ്ഞാൽ ഹുവൻ നാസിർ, സഹായി എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അള്ളാഹു വലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ വരുമ്പോ അൽ മുതവല്ലി ലി ഉമൂരിൽ ആലമി വൽ ഖലായിഖിൽ ഖായിമി ബിഹാ, ലോകത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ, ഏറ്റെടുത്തവൻ എന്ന, അതിന്റെ എല്ലാ കൺട്രോളും ഉള്ളവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ വലിയ എന്ന് പറയും. അപ്പൊ നമ്മൾ വലിയ, അള്ളാഹു വലിയാണ് എന്ന് ആ ഒരർത്ഥത്തിൽ പറയും. രണ്ടാമത്തത്, വലിയ എന്ന് വേറെ ഇട കേട്ട് നമ്മള് അള്ളാഹുവിനെ കുറിച്ച് അല്ലാണ്ട് സാധാരണ ആളുകളെ കുറിച്ച് പറയുന്ന വലിയ കേട്ടില്ലേ? കേട്ടുണ്ടോ?
നാട്ടിലുള്ള വലിയതാണോ? ആ ഒരു വലിയ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ യത്തീമങ്ങളൊക്കെ പിന്നെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ എന്ന് പറയും അല്ലേ? അതേപോലെ തന്നെ അവരെ പിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് അത് അവരാണ് വലിയ എന്ന് പറയാറുണ്ട് അല്ലേ? യത്തീമിന്റെ വലിയ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവൻ. ഒരു പെണ്ണിന്റെ വലിയ എന്ന് പറഞ്ഞാൽ നിക്കാഹിന് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ ഉത്തരവാദി. അപ്പൊ അവിടെയും വലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു വലിയ എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, അസ്വദീഖ് എന്ന അർത്ഥത്തിൽ. ഇപ്പൊ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിടത്തില് അവിടെ ഒരു പ്രവാചകൻ ഉപയോഗിച്ചത് ഇങ്ങനെയാണ്, വലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സഹായി, കൂട്ടുകാരൻ എന്ന അർത്ഥത്തിലും, അല്ലെങ്കിൽ പിൻപറ്റുന്നവൻ, അത്താബി, അൽ മുഹിബ് എന്നൊക്കെ സ്നേഹത്തോടുകൂടി കൂടെ കൂടുന്നവൻ എന്ന അർത്ഥത്തിൽ വലിയ എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നേരത്തെ ഷബീർ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എന്നർത്ഥത്തിലല്ല, വലിയുള്ള അള്ളാഹുവിന്റെ വലിയുകൾ അല്ലെ, അൽ ആലിമു ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് നല്ല അറിവുള്ള ആള്, അവനെ അനുസരിക്കുന്ന ആള്. ഇപ്പോ നേരത്തെ ഷാജിക്ക പറഞ്ഞതുപോലെ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അറിയണേ അള്ളാഹുവിന്റെ വലിയകൾക്ക് പേടിക്കാനോ ദുഃഖിക്കാനോ ഒരു വകയില്ല. ആരാണ് വലിയ? സൂറത്തു യൂനുസിലെ 60 അതിനോടനുബന്ധിച്ച് 61, 62 അങ്ങനെ ആ ആയത്തിൽ അവിടെ കാണാം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ട, വ്യസനിക്കേണ്ട. അവരാരാണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ വിശ്വാസികളാണ്, തഖ്വയുള്ള. അപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസത്തോടും തഖ്വയോടും ഒക്കെ കൂടി അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിക്കുന്ന, ഫർദുകൾ ചെയ്ത് അതോടൊപ്പം തന്നെ സുന്നത്തുകൾ അതിനെ തുടർത്തിക്കൊണ്ട് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ച ആളുകൾക്ക് എന്ത് പറയും? വലിയുള്ള. അത് ഓരോരുത്തർക്ക് മനസ്സിലാവും, ഒന്നാളാ വലിയെന്ന്. അതൊന്നുമില്ല, അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അത് അള്ളാഹുവിന് മാത്രമാണ് അറിയാം. ശരി, അങ്ങനെയും വലിയ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞതും ഒരു വലിയാണ്. അതാരാണ്? മിൻ ഔലിയാ യൻസുറൂനഹും, അവരെ സഹായിക്കുന്ന ഔലിയാക്കൾ. എവിടെ? പരലോകത്ത് അവരെ സഹായിക്കുന്ന ഔലിയാക്കൾ. ആരെ കൂടാതെ? മിൻ ദൂനില്ല. അപ്പൊ നമ്മളിവിടെ അള്ളാഹു വലിയ എന്ന അർത്ഥത്തിൽ ഒരുപാട് പറഞ്ഞിട്ടില്ലേ? അള്ളാഹു വലിയാണ് അല്ലേ? അള്ളാഹു നന്മയിലേക്ക് ജനങ്ങളെ നടത്താൻ വേണ്ടി സഹായിക്കുന്ന അള്ളാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ സഹായിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ വലിയിനു പുറമെ വേറെ വലിയകളെ സ്വീകരിച്ച ആളുകൾ ഉണ്ടാവും. അവരെ കുറിച്ച് പറയാണ്, അവർക്ക് അവിടെ ഒരു സഹായിയെയും കണ്ടെത്താൻ കഴിയൂല. യൻസുറൂനഹും മിൻ ദൂനില്ല. ഇനിയോ ദൂന എന്ന് എന്തായിരുന്നു? ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ, മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ. ഇനിയോ വമൻ യുദ്ലിലില്ല, വമൻ ആരെയെങ്കിലും, യുദ്ലിലില്ലാഹു അള്ളാഹു വഴികേടിലാക്കിയാൽ, അതല്ല യുദ്ലിലില്ല അള്ളാഹു വഴികേടിലാക്കിയാൽ, ഫമാലഹു അവനില്ല, എന്തില്ല? മിൻ സബീൽ, രക്ഷ പ്രാപിക്കാനുള്ള ഒരു മാർഗവുമില്ല, രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അപ്പം ആ അള്ളാഹു ശിക്ഷ വിധിച്ച ആളുകൾ, ആ ആളുകൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ ഒരാളെ അള്ളാഹു വഴികേടിലാക്കിയാൽ, ദുനിയാവിൽ നിന്ന് വഴികേടിലാക്കിയാല്, നരകത്തിന് കാരണക്കാരനാക്കിയാൽ, പിന്നെ ഓനെ സഹായിക്കാൻ ദുനിയാവിൽ ഒരാളുണ്ടാവില്ല, പരലോകത്ത് ഒരാളുണ്ടാവില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഭാഗം, വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും, അവരെ സഹായിക്കുന്ന ഒരു സഹായികളെയും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് എന്താ പറഞ്ഞത്? മിൻ ദൂനില്ല എന്നല്ല പറഞ്ഞേ, അള്ളാഹുവിനെ കൂടാതെ അല്ലേ?
അപ്പം അള്ളാഹുവിനെ കൂടെ അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ. ദുനിയാവിലും പരലോകത്തിലും സഹായിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവിനെ ആരെങ്കിലും ദുനിയാവിൽ സഹായിയാക്കിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ഓന് ആര് സഹായിയായിരിക്കും? അള്ളാഹു സഹായിയായിരിക്കും. ഇനി ഒരാള് ദുനിയാവിന്ന് അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കാതെ അവന്റെ തന്നിഷ്ടപ്രകാരം അവൻ പേര് വിളിച്ച ആരെങ്കിലും വലിയായി സ്വീകരിച്ചാൽ അവിടെ ആ വലിയകളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ നോക്കൂ, അള്ളാഹു പറയുന്നത് ദുനിയാവിൽ അള്ളാഹുവിനെ ആരെങ്കിലും വലിയായി സ്വീകരിച്ചാൽ പരലോകത്ത് അള്ളാഹു അവന്റെ വലിയാകും. പരിശുദ്ധ ഖുർആനിലെ ബക്കറ 2-ാമത്തെ അധ്യായത്തിലെ 107-ാമത്തെ വചനം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ അള്ളാഹു ആരാണ്? ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവനാണ്. അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അപ്പം മാലിക്കായ റബ്ബിനെ അറിഞ്ഞ ഒരാള് പിന്നെ ദുനിയാവിന്ന് വേറൊരാളെ വലിയായി സ്വീകരിക്കോ? എത്ര രസകരമായിട്ട് അള്ളാഹു പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അന്നല്ലാഹു ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ദുനിയാവിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിനേക്കാണ് വലുത് വേറെന്താ ഉള്ളത്? അള്ളാഹു ആകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും മാലിക്, അധിപൻ, ഉടമസ്ഥാവകാശി, ആധിപത്യമുള്ളവൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കാണ് വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. അല്ല, ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവനേക്കാൾ വലിയൊരു വലിയ വേറെ ഏതെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ രക്ഷപ്പെടുത്താനും? ഇത് ചോദിക്കുന്ന ഒരാളോട്, ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്തായാലും ഉത്തരം പറയാനുള്ളത്? എന്തായാലും ഉത്തരം പറയാൻ, പടച്ചോനെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവനേക്കാൾ വലിയ ഒരു സഹായവും രക്ഷാധികാരിയോ എനിക്ക് വേറെ ഉണ്ടാകാൻ പാടില്ല, ഞാൻ തേടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ദുനിയാവിൽ ജനങ്ങളുടെ അവസ്ഥ നോക്കൂ. പല ആളുകളും ആകാശഭൂമികളുടെ മാലിക്കിനെ വിട്ട് ആ മാലിക്കിന്റെ സൃഷ്ടികളായ അള്ളാഹുവിന്റെ ആധിപത്യത്തിലുള്ള ദുനിയാവിനും ഭൂമിക്കും മീതെ ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കുന്ന പല ആളുകളെയും വലിയായി സ്വീകരിച്ചു. ആ വലിയായി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സങ്കടങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും അവരെ ആരാധിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മഹാനായ സഅലബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, കുല്ലു മൻ അബദ ശൈഅൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഇത്തഖദഹു വലിയ. അള്ളാഹുവിന് പുറമെ ആരെ ആരാധിച്ചാലും അവൻ അതിനെ വലിയായി സ്വീകരിച്ചിരിക്കുന്നു. കണ്ടോ? അള്ളാഹുവിന് പുറമെ ആരെ ആരാധിച്ചാലും അതിന് പറയുന്ന എന്താണ്? അവൻ അതിനെ വലിയായി സ്വീകരിക്കും. കാരണം എന്താ? ആകാശഭൂമികളുടെ ഉടമസ്ഥാവകാശി അധിപനെ മാത്രമേ വലിയായി സ്വീകരിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ആരാധന വിട്ട് വേറൊരാളിലേക്ക് ആരാധന തിരിച്ചാൽ ഈ സൂറത്തു ബഖറയിൽ പറഞ്ഞ 107-ാമത്തെ ആയത്തിന് ഉത്തരം ചെയ്യാനുള്ള ബുദ്ധിയോന്യായം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നേരത്തെ ഷാദിക്ക പറഞ്ഞതുപോലെ പറഞ്ഞ ആ ആയത്ത് സൂറത്തു ബഖറയിലെ 257-ാമത്തെ ആയത്താണത്. ഏതാണ്? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അള്ളാഹു വിശ്വാസികളുടെ വലിയാണ്. അള്ളാഹു എന്താ ചെയ്യുന്നത്? അവരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാലോ വല്ലദീന കഫറൂ, ഇവിടെ നേരത്തെ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറയാം. അവരാരാണ്? വല്ലദീന കഫറൂ, എന്നാൽ സത്യനിഷേധികളായ ആളുകളുടെ വലിയ ഔലിയാഉഹും, അവരുടെ വലിയ ആരാണ്? അത്താഗൂത്ത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ആരാ? താഗൂത്ത് എന്ന് പറഞ്ഞാല് പിശാച്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ പിശാച്. അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് താഗൂത്താണ്. യുഖ്രിജുഹും, ആ പിശാച് എന്താ ചെയ്യുന്നത്? യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്ത്, പ്രകാശത്തിൽ നിന്നും, ദുലുമാത്ത് എന്താ?
അന്ധകാരത്തിലേക്ക്. കണ്ടോ, നരകത്തിലേക്ക്. സ്വർഗത്തിലേക്ക് പോണ്ട ആളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പിശാച് ചെയ്യുന്നത്. ഉലൈക അസ്ഹാബുന്നാർ, ഇവരാകുന്നു നരകത്തിന്റെ ആളുകൾ. ഇവരെയാണ് നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ഖാലിദീങ്ങളാണ്. അതാണ് 45-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്നല്ലാലിമീന ഫീ അദാബിൻ പറയ് മുഖീം, അദാബിൻ മുഖീം, അവര് എന്നെന്നും നിലനിൽക്കുന്ന. സൂറത്ത് ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ ഇത് പറഞ്ഞതിന് ശേഷം ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിൽ അള്ളാഹുവിന് പുറമെ വലിയനെ സ്വീകരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തവരോട് പരലോകത്തും അവരോട് തന്നെ സഹായം അർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുള്ളതാണ് അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹിനോട് മാത്രമൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് വേറെ ഒരുപാട് ആളുകളോട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാള് എഴുതി കൊടുത്ത ലേഖനം അയച്ചിട്ട്, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും മാത്രമൊന്നുമല്ല പ്രമാണമുള്ളത്, അതിന് പുറമെ വേറൊന്നുണ്ട്. ഞങ്ങളെ ചില ആളുകൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ സ്വീകാര്യത തപ്പി പ്രമാണങ്ങളിലേക്ക് പരതുന്ന ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് സ്വന്തം വകയായി ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ആകാശഭൂമികളുടെ കാരുണ്യവാനായ മാലിക്കിനെ വിട്ടിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ. അവരെ വിശ്വസിക്കുന്നത് എന്താണ്? എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കുകയും ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യും. ദുനിയാവിലും അവർ ഞങ്ങളുടെ സഹായിയാണ്, പരലോകത്തും ഞങ്ങൾ അവർ സഹായിക്കും എന്നൊക്കെയാണ് ഈ പാവം ആളുകളുടെ വിശ്വാസം. എന്നാൽ പരലോകത്തെത്തുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? അള്ളാഹു ഇത്തരക്കാരോട് പറയും, ദുനിയാവിൽ നിങ്ങളെ സഹായത്തിന് വേണ്ടി ആരോടാ ചോദിച്ച്? നിങ്ങളെ പാപങ്ങൾ പൊറുക്കാനും നിങ്ങളെ ബുദ്ധിമുട്ട് നീങ്ങാനും എന്നെ വിട്ട് നിങ്ങൾ കുറെ ആളുകളോട് ചോദിച്ചില്ലേ, സഹായികളെ സ്വീകരിച്ചില്ലേ? എന്നാൽ വിടുന്നു, നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ചെയ്തോളൂ എന്ന് പറയും. ഇത് എവിടെയുള്ളതെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറത്തു ഖസസിലെ 64-ാമത്തെ ആയത്ത്. ഇതൊക്കെ നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം. ഖസസിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഖീല ദുഉ ശുറകാഅകും ഫദഉഹും ഫലം യസ്തജീബു ലഹും വറഅവുൽ അദാബ ലൗ അന്നഹും കാനൂ യഹ്തദൂൻ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് ബഹുദൈവ വിശ്വാസികളോട്, ആരാധകരോട് പറയപ്പെടും. പരലോകത്തിനെ എന്താ പറയാ? നിങ്ങൾ വിളിച്ചിരുന്ന പങ്കാളികളെ വിളിക്കി, അപ്പോൾ ഇവർ അവരെ വിളിക്കും, എന്നാൽ അവർ പങ്കാളികൾ ഇവർക്ക് ഉത്തരം നൽകുന്നതല്ല. വിളിച്ചു നോക്കും പക്ഷേ ഒരു ഉത്തരം നൽകുകയുമില്ല എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസ് 28-ാമത്തെ അധ്യായം സൂറത്തു ഖസസിൽ അള്ളാഹു പറയുന്നത് കാണാം. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ ആയത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നു, വമൻ യുദ്ലിലില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാ. അള്ളാഹുവിന് പുറമെ അവരെ സഹായിക്കാൻ പരലോകത്ത് ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് പരലോകത്ത് സഹായിക്കുന്നവനാരോ അവനെ മാത്രമേ ഇഹലോകത്തും സഹായത്തിന് പിടിക്കാവൂ. അവനാരാണ്? അള്ളാഹുവാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ആയത്തിന്റെ അവസാന ഭാഗം എന്താ? വമൻ യുദ്ലിലില്ല ഫമാ ലഹു മിൻ സബീൽ. അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കിയാൽ ഹിദായത്ത് നൽകുന്നവൻ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് സദാ നമ്മൾ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോ ഖിയാമുൽ ലൈലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ റബ്ബ ജബറായീല വ മീകായീല വ ഇസ്റാഫ്. കണ്ടോ, അല്ലാഹുമ്മ റബ്ബിനെ വിളിക്കണം.
ആരൊക്കെ? ജിബ്രീലിന്റെ, മികായീലിന്റെ, ഇസ്രാഫീലിന്റെ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, ആലിമൽ ഗൈബി വശഹാദ. അള്ളാന്റെ സിഫത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോ പിന്നെ ഈ കാര്യം മനസ്സിലാകും. പിന്നെ എങ്ങോട്ടാണ് അള്ളാഹുവിന് പുറമെ വേറൊരു സഹായിലേക്ക് ഒരാൾക്ക് വിളിക്കാൻ തോന്നുന്നത്? അള്ളാഹു ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇഹ്ദിനി, കണ്ടോ, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനി, നീ എന്നെ ഹിദായത്തിലാക്കണം, ലിമഖ്തലിഫ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിക ഇന്നക തഹ്ദീ. കണ്ടോ, അള്ളാഹുവേ നീയാണ് ഈ ഹിദായത്ത് നൽകുന്നവൻ. മൻ തശാ, കണ്ടോ, അവിടെയാണ് ഇമ്പോർട്ടന്റ്. മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്. ഈ ആയത്തിന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞത്? വമൻ യുദ്ലിലില്ല, അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കിയാൽ അവന് ഹിദായത്ത് കൊടുക്കാൻ ഒരാളില്ല, രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗവും കണ്ടെത്തൂല. അള്ളാഹു പറഞ്ഞു, ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പഠിച്ചോനെ നീയാണ് നീ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് വഴി നടത്തുന്നവൻ. അതുകൊണ്ട് ഇഹ്ദിനി, നീ എന്നെ വഴി നടത്തണേ, നേരായ മാർഗത്തിലാക്കണേ. ഇതാണ് നമ്മുടെ സൂറത്ത് ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ആയത്തിൽ നമ്മൾ പഠിച്ച ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അക്രമികൾക്ക് ശിക്ഷയിൽ നിന്നും രക്ഷയില്ല പരലോകത്ത്. ഇഹലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ പരലോകത്തും അത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാരണം പരലോകത്ത് അള്ളാഹുവിന്റെ സഹായം കിട്ടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഹിദായത്തിനും അതിൽ നിലനിർത്താനും വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കണം. അതാണ് വമൻ യുദ്ലിലില്ല എന്ന ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശരി, ഇനി 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ഇസ്തജീബൂ ലില്ലാ ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് മാ ലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാ ലക്കും മിൻ നകീർ. ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്, ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക. ഇസ്തജീബു, നിങ്ങൾ ഉത്തരം നൽകുക, സ്വീകരിക്കുക. ആർക്ക്? ലിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്. മിൻ ഖബിൽ, മുമ്പായിട്ട്. അയ്യഅതിയ യൗമുൻ, യൗമുൻ എന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പായി. ലാ മറദ്ദ ലഹു, മറദ്ദു എന്ന തടസ്സം, മുടക്ക്. അവന് ഒരു മുടക്കും ഉണ്ടാവില്ല. മിനല്ലാ, അള്ളാഹുവിങ്കൽ നിന്നും. അള്ളാഹുവിന് ആ ദിവസം കൊണ്ടുവരാൻ ഒരു മുടക്കുണ്ടാവില്ല, ഒരു തടസ്സം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ ആ ദിവസം ആ തടസ്സവും ഇല്ലാതെ വന്നെത്തുന്ന ദിവസം വരുന്നതിന് മുമ്പേ നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. മാലക്കും മിൻ മൽജ, നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? അന്ന് ഒരു അഭയസ്ഥാനം ഉണ്ടാവില്ല. വമാലക്കും മിൻ നകീർ, അന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരു നിഷേധത്തിനുള്ള ഒരു വകയുണ്ടാവില്ല. കുറ്റങ്ങൾ നിഷേധിക്കാൻ പറ്റൂല. അപ്പം ഒരു കാര്യവും തടുക്കാൻ കഴിയാത്ത, അള്ളാഹുവിങ്കൽ നിന്ന് ആ ശിക്ഷ സംഭവം തടുക്കാൻ സാധ്യമല്ലാത്ത, നിങ്ങൾക്കൊരു അഭയസ്ഥാനവും ലഭിക്കാത്ത, ഇനി നിങ്ങളുടെ വിചാരണ നടക്കുമ്പോ അതിനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഉത്തരം നൽകണം. അതിന്റെ വാക്കർത്ഥങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കൂ. ഇസ്തജീബു, ഇസ്തജാബ യസ്തജീബു എന്ന് പറഞ്ഞാല് ഉത്തരം നൽകി എന്നാണ്. അതിന്റെ അമ്രാണ് ഇസ്തജീബ്, നീ ഉത്തരം നൽകി. ഇവിടെ ഇസ്തജാബ എന്ന് പറഞ്ഞാൽ അജാബ എന്നാണ് അർത്ഥം, അതായത് ഉത്തരം നൽകുക. ഇസ്തജീബു, നിങ്ങൾ ഉത്തരം നൽകണം. ആർക്ക്? ലിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഉത്തരം നൽകണം. മിൻ ഖബിലി, ഖബില എന്ന് പറഞ്ഞാൽ മുമ്പ്. മിൻ ഖബിലി അൻ യഅതിയ, അതാ യഅതി എന്ന് പറഞ്ഞാൽ വന്നു, വരുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് ഉത്തരം നൽകണം. ഏത് ദിവസം വരുന്നതിന് മുമ്പായി? യൗമുൻ
ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് ഒരു തടസ്സവും ഒരു തടസ്സവും സംഭവിക്കാതെ വരുന്ന ദിവസം വരുന്നതിന് മുമ്പായി, അതായത് അള്ളാഹുവിങ്കൽ നിന്ന് അത് നിങ്ങളിലേക്ക് വരുമ്പോ അതിനെ തടുക്കുക സാധ്യമല്ലാത്ത ദിവസം, ആ ദിവസം വരുന്നതിന് മുമ്പായി നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. അതായത് ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട്. ആ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ അതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെയോ അത് 3 കാര്യം പറഞ്ഞു. ഒന്നാ ദിവസത്തെ തടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ? മാലക്കും ഈ മൽജ. മൽജഉൻ പറഞ്ഞാല്, മൽജഉൻ എന്ന അഭയസ്ഥാനം. ലജഅ യൽജഉ എന്നാണ് അതിന്റെ അഭയം തേടി. ലജഅ എന്ന് പറഞ്ഞാൽ അഭയം തേടി എന്നാണ്. മൽജഉൻ എന്ന അഭയസ്ഥാനം. ലാ മൽജഅ വലാ മൻജ, രക്ഷ പ്രാപിക്കാൻ അതേപോലെ തന്നെ അഭയം തേടാൻ ഒരു സ്ഥാനം ഉണ്ടാവൂല. ലാ മൽജഉൻ എന്ന അഭയസ്ഥാനം. ലജഅ എന്നാണ് അതിന്റെ. നക്കീറുൻ എന്നാല് നിഷേധം എന്നാണ്. നക്കിറ യൻകറു എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ്. അപ്പം അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിഷേധിക്കാനോ അതേപോലെ തന്നെ അതിനെ തടുക്കുവാനോ ഒരു അഭയസ്ഥാനം കണ്ടെത്താനോ കഴിയില്ല. ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനത്തെ നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആ ദിവസത്തെ തടുക്കുക സാധ്യമല്ല. അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനവും ഉണ്ടാവുകയില്ല. അന്ന് നിങ്ങൾക്ക് കുറ്റങ്ങൾ നിഷേധിക്കാനുമാവില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങള് ഇൻഷാ അള്ളാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് ഇസ്തജീബു ലി, അള്ളാഹുവിന് ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തത് ഖിയാമത്ത് നാൾ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മൂന്നാമത്തത് അവിടെയുള്ള അഭയസ്ഥാനം, രക്ഷാ കേന്ദ്രങ്ങളെ കുറിച്ച്. പിന്നെ വിചാരണ നിഷേധിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. ഇതൊക്കെ ആണ് നമുക്ക് ഈ ഒരു ആയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് അത് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാ, ഒരു ചെറിയൊരു നോട്ട് ബുക്ക് ഒക്കെ കൈമേൽ വെച്ചാല് ആ നോട്ട് ബുക്കിലൊക്കെ ചെറിയ പോയിന്റുകളിലൊക്കെ എഴുതി വെക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. പിന്നീട് അത് വായിച്ചു നോക്കി നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെ ഒരു കുറച്ചിനൊക്കെ അർത്ഥങ്ങളും ആശയങ്ങളും ആയത്തുകളൊക്കെ നോട്ട് ചെയ്ത് എഴുതാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ 1-2 വട്ടമൊക്കെ ഓതി നോക്കി നമ്മൾ അത് പഠിക്കണം. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻസ് ഗ്രൂപ്പ് ഇൻഷാ അള്ളാഹ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വഴിയെ അതിന്റെ ഇൻഫർമേഷൻ തരുന്നതാകുന്നു. ഇതൊന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിശാലമായി പഠിക്കാനും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ റെക്കോർഡ് കിട്ടുന്നതാണ്. വീഡിയോ റെക്കോർഡ് യൂട്യൂബിലുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സിന്റെയും കഴിഞ്ഞൊക്കെ ക്ലാസ്സിന്റെ റെക്കോർഡിങ് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മുമ്പത്തെ ക്ലാസ്സുകൾ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. പിന്നെ നോട്ടുകളൊക്കെ എഴുതി എടുത്തു വെക്കാവുന്നതുമാണ്. ഒരു നോട്ട്, ഖുർആൻ പഠിക്കുന്ന ഒരു നോട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവണം. മരിക്കുമ്പോ ആ ബുക്ക് ഇവിടെ ബാക്കി വെച്ചിട്ട് വേണം പോയാൽ നമുക്ക്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖുർആൻ ഭംഗിയായി ഖുർആൻ പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്ന, അത് ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിമാറ്റുമാറാവട്ടെ. നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അതിലുപരി ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير خلقه محمد وآله وصحابته أجمعين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.